അല്ല എന്തിനപ്പ അങ്ങനെ ഓടിപ്പടച്ച് വന്നത്? ഇനി സമയമുണ്ടല്ലോ ബാക്കി 5 മിനിറ്റ് കൂടെ. ഓ എന്റെ മൊബൈലിൽ 10 ആ അത് ഫാസ്റ്റ് ആയിരിക്കും. വെറുതെ ഓടി. എന്റെ പൊന്ന് സാറേ, ഈ 4-5 ദിവസം കൊണ്ട് എന്നെ മടുത്തിട്ടാ. ഇമാര് ഓട്ടോ ആണെങ്കിൽ ഞാൻ താമസിയാതെ മരിച്ചോ? ശരിയാ, ഞാൻ രാവിലെ 4 മണിക്ക് എണീച്ചിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തത്. ഇങ്ങനെ പോയ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാവട്ടോ. ഒരു കറവുകാരനെ ഏൽപ്പിച്ച് അവൻ ഇന്നലെയും വന്നില്ല, മിനിഞ്ഞാന്നും വന്നില്ല. ഈ പശുക്കളൊക്കെ വെക്കേണ്ടി വരും. ഇതിപ്പോ നമ്മുടെ കാര്യം മാത്രമൊന്നുമല്ല സാറേ, എല്ലാ സർക്കാർ ഓഫീസിലെ സ്ഥിതി ഇതാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങി. ഇപ്പൊ എല്ലാരും ഇല്ലേ ഈ പിന്നെ കൂട്ടിലിട്ട കിളികളെ പോലെയാണ്. ഹലോ ഹലോ, ആരാത്? എന്താ ഉണ്ണി സാറേ ഇത്? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അത്രയല്ലോ. നമ്മളെ പഞ്ചിങ് മിഷനില് നമ്മ വിരലമർത്തിട്ടെങ്കില് അറ്റൻഡൻസ് കിട്ടൂല, കൃത്യമായിട്ട് ശമ്പളം കിട്ടൂല. അപ്പം വീട്ടിലത്തെ കാര്യം ആകെ താറുമാറായി. എന്താ വീട്ടിൽ പ്രശ്നം? എന്റെ സാറെ, കൃത്യമായിട്ട് നമ്മ ഒരു 900 തേങ്ങ ഇടുന്നതാണ് കഴിഞ്ഞ സീസണില്. ഈ പ്രാവശ്യം 350 നോക്കുന്നില്ല. ഇനി തൈത്തം തുറക്കണ്ടേ, വളവിടണ്ടേ, ഇതെല്ലാം അരിയുണ്ട്. അത് ശരി. അപ്പൊ പഞ്ച് ചെയ്തിട്ട് നേരെ ഇവിടെ ജോലിക്ക് നിൽക്കില്ല, നേരെ തെങ്ങന്തോട്ടം നേരാക്കാൻ പോവാണ്. ഒരു 5-6 ദിവസം അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഈ സമയത്ത് വളവിട്ടിട്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ സാറേ. കഴിഞ്ഞ വർഷം കർഷകശ്രീ അവാർഡ് ജസ്റ്റ് മിസ്സായി പോയി. ഇപ്രാവശ്യം പിടിക്കും. അപ്പൊ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ ഇടുണ്ട് തന്നെ പറയണം. അതെ, വൈകിട്ട് പഞ്ച് ചെയ്യാൻ വരില്ലേ? വൈകുന്നേരം വരും. 5 മണിക്ക് വന്നിട്ട് ഇതുപോലെ ചെയ്യും. വരുമ്പോ ഒരു 10 തേങ്ങ പൊളിച്ചതായിരിക്കും. 10 സുഖ സാറും. എന്താ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂലേ? വേണോ? പറഞ്ഞാ മതിയല്ലോ, കൊണ്ടുതരുമല്ലോ. ഞാൻ വീട്ടിലേക്ക് എത്തിച്ചാ പോരെ? ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഇങ്ങോട്ട് കൊണ്ടുവന്നാ എനിക്ക് വേണം തേങ്ങ വേണം. ശരി. അപ്പൊ സാറേ, നമുക്ക് ഇതുപോലെ ചെയ്തൂടെ? എങ്ങനെ? രാവിലെ 10 മണിക്ക് വന്ന് പഞ്ച് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്ന് ആ പഞ്ചൗട്ട് ചെയ്താ പോരെ? മതിയല്ലോ. ആണാ? പിന്നെന്താ? അയ്യോ നോക്ക്. അതെ, എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇതുപോലുള്ള ചില ബിരുദന്മാരുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് സ്ക്വാഡിനെ വെച്ചിട്ടുണ്ട് ഇപ്പൊ. അയ്യോ. എങ്ങാനും സ്ക്വാഡുകാർ വന്ന് പരിശോധിക്കുമ്പോ പഞ്ച് ചെയ്തിട്ടുള്ള ആളുകൾ അത്രയും ഓഫീസിൽ കണ്ടില്ലെങ്കിൽ എന്തുണ്ടാവും? എന്തുണ്ടാവുക? ജോലി അങ്ങോട്ട് പോവും. അപ്പൊ ഇപ്പൊ സ്ക്വാഡ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണി സാറിന്റെ ജോലി പോലെ പൂവും. അപ്പൊ എന്താ പറയാഞ്ഞേ? അതിലിപ്പോ ഉണ്ണിസാറിന് ഇപ്പൊ ഈ ജോലിയൊന്നും കിട്ടിയിട്ട് വേണ്ടല്ലോ, കണ്ടമാനം സ്വത്തുണ്ടല്ലോ. അതുപോലെയാണ് നമ്മള്. എന്തായാലും സാറേ, ഈ മെഷീൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ നരകിച്ചിട്ടാവുള്ളൂ. എന്താ പിന്നെ ചെയ്യും നമ്മൾ? എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചേ പറ്റൂട്ടാ.